ആ ഒരു ഡ്രസ്സിന് വെറും 30 രൂപ ഉള്ളൂ. ഇതൊരു പാക്കിംഗ് ആൻഡ് അയണിങ് സെന്റർ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രസ്സ് വരുന്നു, ഒരു പാക്ക് ചെയ്തിട്ട് വെറും 130 മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഒരു പീസിന് 55 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടും. ഇഷ്ടം പോലെ തുണികൾ അതിൻ്റെ അകത്തുണ്ട്. ആൾക്കാർ വരുന്നു ഹോൾസെയിലായിട്ടൊക്കെ ഭയങ്കര ചീപ്പിന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ 50 രൂപ ഉള്ളൂ, ഇതെല്ലാം 50 രൂപയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് ഇപ്പോൾ തിരുപ്പൂരാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ അവിടെ നേരെ ഹോസ്പിറ്റലിൽ നേരെ തിരുപ്പൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഈ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഈ ലഗേജ് ബാഗൊക്കെ ഞങ്ങൾക്ക് ക്ലോക്ക് റൂമിൽ വയ്ക്കണം. ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അത് ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരുപ്പൂരൊക്കെ കണ്ടിട്ട് അടുത്ത പ്ലാനില്ല എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഞങ്ങളിത് ലഗേജൊക്കെ കൊടുത്തു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. തൊട്ടടുത്ത് നല്ല ഫുഡ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് റവ ദോശ. വലിയ ദോശ കുറേ നാൾക്ക് ശേഷം പ്രോപ്പർ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റി. ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നല്ലേ? നല്ല ഫുഡായിരുന്നു. കുറച്ച് അങ്കിൾമാരൊക്കെ ഇവിടെ രാവിലെ ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാവരും യൂണിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവരെല്ലാം നമ്മുടെ ഡ്രസ്സിൽ ഓരോരോ ജോലി ചെയ്യുന്ന ആൾക്കാരാട്ടോ. എല്ലാ ബിസിനസ് ആണ് അല്ലേ? 10 o'clock. അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ബിസിനസ്സുകാരും മാനുഫാക്ചേഴ്സും ഒക്കെയാണ്. എല്ലാവരും ഫ്രണ്ട്സാണ്. രാവിലെ ജോഗിങ്ങിനൊക്കെ പോയി വന്ന് ടീ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ അവരിവിടുത്തെ പറ്റി ഒരു ഐഡിയ ഒക്കെ തന്നു. ഇവിടുത്തെ അകത്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റുണ്ട്. ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് അങ്ങോട്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഒന്ന് കണ്ടിട്ട്, ഇതിപ്പോൾ 10 മണിക്കേ തുറക്കത്തുള്ളൂ. ഇനിയും കുറച്ചേരം വെയിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോയി കണ്ടിട്ട് ബാക്കി എങ്ങനെയാണെന്ന്. അതെ, തുടക്കം തന്നെ ആദ്യം കണ്ടോ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നും പറഞ്ഞത് 60 രൂപ ഉള്ളൂ. ഈ ഗാർമെൻറ്റ്സ് ഒക്കെ 60 രൂപ ഉള്ളൂ. അതിന് 30 രൂപ ഉള്ളു കേട്ടോ. ആ ഒരു ഡ്രസ്സിന് വെറും 30 രൂപ ഉള്ളൂ. ഞങ്ങളപ്പോൾ ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് കേട്ടോ. അകത്തോട്ടൊക്കെ ഒന്ന് കയറി നടക്കുവാണ്. ഇവിടെ മാനുഫാക്ചറിങ് എന്താണ്, ഇവിടുത്തെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാണുന്നുണ്ടല്ലേ, ആ വീട്ടിലൊക്കെ ഇതിൻ്റെ യൂണിറ്റാണ് ഡ്രസ്സിൻ്റെ. മിക്കവാറും എല്ലാ വീട്ടിലും ഇതിൻ്റെയൊക്കെ ഒരു യൂണിറ്റൊക്കെ കാണുന്നുണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ. അപ്പോൾ ഞങ്ങൾ എന്നാലും ഇതിൻ്റെ അകത്തോടെയൊക്കെ ഒന്ന് നടക്കുന്നുണ്ട്. എന്താണ് ഒരു ഐഡിയ ഉണ്ടാക്കാമല്ലോ. ഇതൊരു പാക്കിംഗ് ആൻഡ് അയണിങ് സെൻറ്റർ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രസ്സ് വരുന്നു, അവർ പാക്ക് ചെയ്തിട്ട് വേറെ വലിയ വലിയ ഷോപ്സിനൊക്കെ ഇവർ കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു മിനി കോട്ടേജ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലെന്ന് പറഞ്ഞാൽ ഫുള്ള് സെയിൽസാണുള്ളത്. ഇവിടെ 6 പീസ് ഡ്രസ്സ് 1000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം 99 രൂപ ടോപ്പൊക്കെ. ലേഡീസാണ്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എന്താന്ന്. നമ്മുടെ ഈ നൈറ്റ് ഡ്രസ്സൊക്കെ 200 രൂപയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. വെറും 200 രൂപ അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാത്തരം ഹോൾസെയിൽ ഡ്രസ്സസ് ആട്ടോ ഇവിടെ ഉള്ളത്. ഇവരുടെ എല്ലാത്തരം ഡ്രസ്സസും ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആണ് കേട്ടോ അതൊക്കെ. വെറും 130 മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ബൾക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ലാഭത്തിന് എടുക്കാം കേട്ടോ. അല്ലാതെയും സിംഗിൾ പീസായിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നതിൻ്റെ അത്ര ലാഭം കിട്ടില്ലെങ്കിലും നമുക്ക് നാട്ടിൽ കിട്ടണേക്കാളും വില കുറച്ച് ഇവിടെ കിട്ടും. അപ്പം ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇതൊക്കെ അവർ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ്. ഹോൾസെയിലായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ഇവരിവിടെ പീസിന് 170 പറയുന്നത്. അപ്പം ബൾക്കായിട്ട് എടുക്കുമ്പം ഇതിലും കുറയും. നല്ല പീസാണ് ഗൈസ്. നമ്മളെ നാട്ടിൽ 400 രൂപയ്ക്കും 500 രൂപയ്ക്കും കിട്ടുന്ന ടീഷർട്ട്സാണ് ഇവിടെ ഒരു പീസിന് 170 രൂപ. പക്ഷേ ഒരു പീസായിട്ട് തരില്ലെന്ന പ്രശ്നമുള്ളൂ. നമ്മൾ ബൾക്കായിട്ടൊക്കെ വന്ന് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തേക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുപാട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ നന്നായിരിക്കും. ഇത് ലേഡീസ് ടീഷർട്ടാണ്. ഒരു പീസിന് 55 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എന്ത് ലാഭമാണെന്ന് നോക്കിയേ. ഇത് അവർ എല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുക എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഒരുപാട് പേര് എടുക്കാറുണ്ടെന്നാണ് പറയുന്നത്.
ചെട്ടിപ്പുരം എന്ന് പറഞ്ഞ സ്ട്രീറ്റ്സ് ഉണ്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഹോൾസെയിലിൻ്റെ കേന്ദ്രമാണ്. അത് ഇത് കാണുന്നില്ലേ, അതെല്ലാം ഇതേപോലെ ഹോൾസെയിലിൻ്റെ ഓരോ കേന്ദ്രമാണ്. വലിയ ബോർഡൊന്നുമില്ല, പക്ഷേ ഇഷ്ടം പോലെ തുണികൾ അതിൻ്റെ അകത്തുണ്ട്. ആൾക്കാർ വരുന്നു ഹോൾസെയിലായിട്ടൊക്കെ ഭയങ്കര ചീപ്പിന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിപ്പം നമ്മൾ കയറുമ്പം ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഓരോ റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പം പുതിയതാണെന്ന് അറിയുമ്പോൾ നമ്മളടുത്ത് റേറ്റ് കുറച്ചുകൂടെ കൂട്ടി പറയും. ഈ സ്ഥിരം ഇതെടുക്കുന്ന യൂസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരില്ലേ, അവർക്കിത് റേറ്റ് അറിയാം, കറക്റ്റ് അവർ ആ രീതിക്ക് എടുക്കും. നമ്മുടെ ഈ ഒരു 2-3 സ്ട്രീറ്റിൻ്റെ അകത്ത് ഫുള്ള് ഹോൾസെയിൽ കടയാണ്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾ ഇനി റീറ്റെയിൽ ഷോപ്പിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഹോൾസെയിലായിട്ട് എടുക്കുന്നതിനാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. ഈ റീറ്റെയിൽ സെക്ഷനിലോട്ട് പോകണം, അവിടുത്തെ റേറ്റും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മളിത് ഷർട്ട് എടുക്കാൻ വന്നു. 200 രൂപയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കണ്ടോ. ഞാൻ ഗൈസ് 3 ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തിങ്ങനെ നോക്കുവാണ് അടുത്ത് എന്ത് കിട്ടും. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഷോപ്സാണ്, റീറ്റെയിൽ ഷോപ്സാണ്. നമ്മൾ നോക്കി എടുത്താൽ മതി. ഇതൊക്കെ 50 രൂപ ഉള്ളൂ. ഇതെല്ലാം 50 രൂപയാണ്. അത് 100 രൂപ. ഇതൊക്കെ 170 ആണ്. ടീഷർട്ട് കേസ് 160 കിട്ടി. അടുത്തത് ഇതെടുക്കുവാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ നേരെ വരുമ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ റീറ്റെയിൽ ഷോപ്സും ഉണ്ട്. നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി വേണം എടുക്കാൻ. അല്ലാതെ നമ്മൾ ആദ്യം കാണുന്നിടത്തെടുത്തതിന് അവർ ചിലപ്പോൾ കത്തി റേറ്റ് പറയുമോ, നമുക്കതില്ല എന്നറിയാമല്ലോ. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നോക്കണം. ചിലവർ കുറയ്ക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ലാഭത്തിന് നല്ലത് കിട്ടും. ഇവിടെ 10 രൂപ, 20 രൂപ, 30 രൂപ, 40 രൂപ അങ്ങനത്തെ റേഞ്ചിലുള്ള കുറേ ഡ്രസ്സസ് വന്നോട്ടെ. പക്ഷേ ഇതെല്ലാം പിള്ളേരുടെ ഐറ്റംസാണ്. ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. വെയിലത്ത് നടന്ന് ഇത് കഴിയാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് ഓരോ പപ്പായ ജ്യൂസ് കുടിക്കുവാണ്. അങ്ങനെ ക്ലോക്ക് റൂമിലെത്തി. ഇവിടെ ഞങ്ങളുടെ ലഗേജ് തിരിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന വെച്ചപ്പോൾ അവിടെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, വീഡിയോ അല്ല ഇവിടെ എല്ലാം എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. പിന്നെ ഞങ്ങൾ മടിച്ചു, നല്ല വെയിലായി പോയി. ഞങ്ങളിനി നേരെ പാലക്കാടിലോട്ട് പോവുകയാണ്. ഈ അപ്പോൾ ഇപ്പോൾ ട്രെയിനുണ്ട്, ടിക്കറ്റ് എടുക്കുന്ന അടുത്ത് നേരെ പാലക്കാടിലോട്ട് പോവുകയാണ്. ഞങ്ങളപ്പോൾ പിന്നെ കേരളത്തിൽ കാല് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് കേരളത്തിൽ കയറി കേരള ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കേരള ഫുഡ് കഴിച്ചപ്പോഴാണ് ഒരു മനസ്സംതൃപ്തി വന്നത്. ജോമ ഇപ്പം 40 ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ജോമ പറഞ്ഞാൽ ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ട്രൈ ചെയ്ത് എന്തോന്ന് ചോദിച്ചിട്ടും ബീഫ് എന്ന് മാത്രമേ പറയുള്ളൂ. കാണാൻ വേണ്ടി കഴിയും പോലെ. ജോമൻ്റെ സജഷൻ ആയിരുന്നു ഇവിടെ പാലക്കാട് മാത്രമേ കിട്ടുള്ളൂ, ട്രിവാൻഡ്രം കിട്ടൂല. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടം. അപ്പോൾ ഗീസ് ഞങ്ങളിത് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ഗീസ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പ് പോയിട്ടാണ് ഞങ്ങളിത് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 3-4 ആഴ്ചത്തെ ട്രിപ്പിന് ശേഷമാണ് ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഗീസ്. അപ്പോൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം ഗീസ്. വീട്ടിൽ പോയി ഫ്രഷ് ആയി ഒന്ന് കിടന്നുറങ്ങണം. നല്ല ഉറക്കക്ഷീണമുണ്ട്, നല്ല ടയേർഡാണ്. ഞങ്ങളുടെ ഈ ചെറിയൊരു മിനി ട്രാവലിംഗ് സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ.